നീ എവിടെ പോയിട്ട് പറഞ്ഞ? ഒന്നും പറയണ്ട അണ്ണാ. എനിക്ക് പറയണ്ട. അങ്ങനെയല്ലെന്ന്. പിന്നെ പറ. സംഭവം ഇടയ്ക്കിടയ്ക്ക് എന്റെ കടയിൽ നിന്ന് കുറച്ച് പൈസയും സാധനങ്ങളൊക്കെ മിസ്സാവണം. അതെങ്ങനെ? എന്നാ ഒരു താക്കോല് എന്റെ കയ്യിലുണ്ട്, ഒരു താക്കോല് നമ്മളെ സ്റ്റാഫിന്റെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്റെ കയ്യിൽ ഇരിക്കുന്ന താക്കോല് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവച്ച് മറന്നു പോകും. ഒന്നാമത് എനിക്ക് ഭയങ്കര മറവിയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഈ കട അടച്ചിട്ട് താക്കോൽ എടുത്താൽ മീറ്റർ ബോർഡിന്റെ അകത്ത് തന്നെ വെച്ചിട്ട് വരും. ഇനി അതിനകത്ത് നിന്ന് ആരെങ്കിലും ഡെയിലി എടുത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കൊരു ഡൗട്ട്. എങ്കിൽ പിന്നെ നീ ഒരു ക്യാമറ. എന്നാ ക്യാമറ വെക്കാനുള്ള പൈസയൊന്നും ഇപ്പൊ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, കടയിൽ പോയി ഒരു നമ്പർ ലോക്ക് അങ്ങ് വാങ്ങിച്ചു. ഇതാകുമ്പോ പൂട്ടിയിട്ടിട്ട് അങ്ങ് പോവാ. താക്കോലും കളയൊന്നും പേടിക്കണ്ട, വേറെ അവനെങ്കിലും എടുത്ത് തുറക്കൊന്നും പേടിക്കണ്ട. അതുകൊള്ളാടാ നല്ല ഐഡിയ. എവിടെ പണ്ട് അസ്തപ്പെട്ട പോലെ അണ്ണാ ഒന്നും പറയണ്ട. ഇന്നലെ കടയ്ക്കകത്ത് കള്ളം കയറി മൊത്ത സാധനം പൈസ എല്ലാം കൊണ്ട്. അതിന് നീ ഇന്നലെ പുതിയ പൂട്ട് വാങ്ങിച്ചിട്ടല്ലേ ഉള്ളൂ? അതുവരെ തുറന്നെടുത്തോണ്ട് പോയണ്ണ. അതെങ്ങനെ കുത്തി തുറന്ന? നമ്പർ പൂട്ടൊന്നും അങ്ങനെ കുത്തി തുറക്കാൻ പറ്റൂല അണ്ണ. പിന്നെ കട്ട് ചെയ്തെടുത്താ? കട്ട് ചെയ്തും എടുത്തില്ല. അപ്പൊ ഷട്ടർ വല്ല അടിച്ചു പൊട്ടിച്ച? ഷട്ടറും ചുമരും ഒന്നും അടിച്ച് പൊട്ടിച്ചില്ല. നല്ല അന്തസ്സായിട്ട് പൂട്ട് തുറന്നാണ് അവൻ കയറിയത്. ആ നമ്പർ നിനക്ക് മാത്രമല്ലേ അറിയാവൂ? നീ അതാ വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്ത? ഞാൻ ഒരൊറ്റ മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തില്ല അണ്ണ. എന്തിന്? കടയിൽ നിൽക്കുന്ന പയ്യന് പോലും ഞാൻ പറഞ്ഞു കൊടുത്തില്ല. ആ നമ്പർ എന്റെ കൂടെ മണ്ണിൽ അലിയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഈ പൂട്ട് വന്ന കടയിൽ അവന്മാർ പണി പറ്റിച്ചാണെങ്കിൽ? അങ്ങനെയൊന്നും വരാൻ ഒരു വഴിയില്ല. പൂട്ട് നമുക്ക് കിട്ടിയാലേ നമ്മളെ ഇഷ്ടപ്രകാരം നമ്പർ മാറ്റാൻ പറ്റും. അങ്ങനെ ഞാൻ മാറ്റി ഇട്ടതല്ലേ ഇന്നലെ. പിന്നെ ഇത് എങ്ങനെയാണ് അവന്മാർ തുറന്നത്? അതാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നിനക്ക് മറവിയൊക്കെ ഉള്ളതല്ലേ? നീ നമ്പർ മാറ്റിയെന്ന് ഉറപ്പ് തന്നെ? ഉറപ്പായിട്ട് മാറ്റിയെണ്ണ ഞാൻ. എന്നിട്ട് ആ നമ്പർ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതി ആ പൂട്ടിന്റെ മോളിൽ തന്നെ ഒട്ടിക്കുകയും ചെയ്തു. എവിടെ ഒട്ടിച്ചെന്ന്? അണ്ണാ മറവി അസുഖമുള്ള ആളല്ലേ ഞാൻ. ഇത് എഴുതി വേറെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോകുമെന്ന് വിചാരിച്ച് ഞാൻ പൂട്ടി തന്നെ എഴുതി ഒട്ടിച്ചെന്ന്.